വെക്ടറുകൾ തമ്മിലുള്ള ഓപ്പറേഷൻസ്, അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഒരുപാട് കൺസെപ്റ്റുകളുടെ ഒരു ഫൗണ്ടേഷണൽ കൺസെപ്റ്റ് നമുക്ക് പറയാം ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ഇൻഡ്യൂറ്റീവ് ലെവലിൽ, ആ ഒരു ഇൻഡ്യൂഷനോട് കൂടി തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, സോ ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് സിമ്പിളി അതിൻ്റെ ഒരു നമ്മുടെ ടിപ്പിക്കൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, വെക്ടർ എക്സ് ആൻഡ് വെക്ടർ വൈ. വെക്ടർ എക്സ് എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസേ ഉള്ളൂ, 1 2. വെക്ടർ വൈ എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസേ ഉള്ളൂ, 3 and 4. ഓക്കെ, സോ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡിനോട്ടേഷൻ അല്ലെങ്കിൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും എഴുതുന്നത്. ഇനി ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഡോട്ട് പ്രോഡക്റ്റ് എഴുതുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഡോട്ട് പ്രോഡക്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് വെക്ടേഴ്സും ഒരേ ലെങ്ത്, ഒരേ ഡയമെൻഷൻ, നമ്പർ ഓഫ് ഡയമെൻഷൻസ് സെയിം ആവണമെന്നുണ്ട് ഈ ഒരു ഓപ്പറേഷൻ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ടോട്ടൽ സം എടുക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് വൈയും വൈയുടെ ഫസ്റ്റ് കമ്പോണൻറ്റ് 3യുമാണ്. സോ നമ്മുടെ ഇത് വരുന്നത് 1 × 3 പ്ലസ് സെക്കൻഡ് കമ്പോണൻറ്റ് എക്സിൻ്റെ എന്താണ് 2, വൈയുടെ സെക്കൻഡ് കമ്പോണൻറ്റ് എന്താണ് 4. ഓക്കെ, സോ 3 + 8 വിച്ച് ഈസ് ഈക്വൽ ടു 11. സോ ഇതാണ് എക്സ് ഡോട്ട് വൈ. ഇവിടെ എക്സും വൈയും തന്നിട്ടുണ്ട്. സോ എക്സ് ഡോട്ട് വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. സോ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഫലമായിട്ട് നമ്മൾ ഏത് രണ്ട് വെക്ടേഴ്സിലാണ് ആ ഓപ്പറേഷൻ ചെയ്യുന്നത്, ഏത് രണ്ട് വെക്ടേഴ്സ് സെയിം നമ്പർ ഓഫ് ഡയമെൻഷനുള്ള ഏത് രണ്ട് വെക്ടർ എടുത്താലും നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഒരു സ്കെയിലർ വാല്യൂ ആണ്, ഒരു നമ്പറാണ്. ഓക്കെ, സോ ഇതായിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യം. പക്ഷേ എന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള സിമിലാരിറ്റി ആണ് ബേസിക്കലി ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ വഴി ചെയ്യുന്നത്. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹൈ പോസിറ്റീവ് നമ്പർ വരാം, ഒരു 0 വരാം, ഹൈ നെഗറ്റീവ് നമ്പർ വരാം. ഓക്കെ, സോ ഈ ഒരു ടോട്ടൽ റേഞ്ചിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു നമ്പർ വരാം. അതായത് പോസിറ്റീവ് നമ്പർ, 0 നമ്പർ, നെഗറ്റീവ് നമ്പർ. പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ 0 തൊട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതുപോലെ നെഗറ്റീവ് നമ്പർ എന്ന് പറയുമ്പം 0 തൊട്ട് താഴത്തോട്ട് ഏത് വാല്യൂ വേണമെങ്കിലും വരാം, ഇൻക്ലൂഡിങ് ഫ്രാക്ഷണൽ വാല്യൂസ്. ഓക്കെ, സോ ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഹൈ വരിക, ഏതൊക്കെ സാഹചര്യത്തിലാണ് ലോ വരിക എന്നുള്ളതാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു ഇൻറ്ററാക്റ്റീവ് വിഷ്വലൈസേഷൻ ഗ്രാഫ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് ആക്ച്വലി രണ്ട് വെക്ടേഴ്സ് ഇവിടെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർപ്പിൾ കളറിൽ വരുന്ന വെക്ടറാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ എക്സ് കമ്പോണൻ്റ് ഇല്ല, അതായത് 0 ആണ് എൻ്റെ എക്സ് കമ്പോണൻറ്റ്. വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫസ്റ്റ് കമ്പോണൻറ്റ്, ലൈക്ക് ഫസ്റ്റ് വെക്ടർ. ദെൻ നെക്സ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ബ്ലൂ ഇതാണ് വെക്ടറാണ്. സോ ബ്ലൂ വെക്ടറിൻ്റെ ഇവിടെ ഫിക്സ്ഡ് ആണ്. സോ ദാറ്റ് നമുക്ക് ബ്ലൂ വെക്ടർ ഫിക്സ് ചെയ്തിട്ട് പർപ്പിൾ ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ, ഈ ഒരു ആക്റ്റീവ് ഈ ഒരു ആപ്ലെറ്റിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ ബ്ലൂ വെക്ടറിൻ്റെ എക്സ് കമ്പോണൻ്റ് പറഞ്ഞാൽ 3 ആണ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് 2 ആണ് ഇൻ വൈ ഡയറക്ഷൻ. സോ അത് ഫിക്സ്ഡ് ആണ്. സോ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പർപ്പിൾ മൂവ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മളിത് മൂവ് ചെയ്യുമ്പം ഇൻട്രാക്റ്റീവായിട്ട് ഇതിൻ്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് എക്സ് ആൻഡ് വൈ പാർട്ട് ഓഫ് പർപ്പിൾ വെക്ടർ ചേഞ്ച് ചെയ്യുന്നു. ഈ ഒരു സമ്മേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സമ്മേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നു. ടോട്ടൽ ഡോട്ട് പ്രോഡക്റ്റ് വാല്യൂ കാണിക്കുന്നു. ആ ഡോട്ട് പ്രോഡക്റ്റ് വാല്യൂ ഒരു നമ്പർ ലൈനിൽ കാണിക്കുന്നു. ഇനി ഞാനിത് പല രീതിയിൽ ഈ ഒരു പർപ്പിൾ കളർ ചേഞ്ച് ചെയ്യാം. സോ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഡോട്ട് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടുന്നു, കുറയുന്നു, ലൈക്ക് 0 പോകുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ 0 ആവാം,
ഒരു ഹൈ പോസിറ്റീവ് നമ്പർ പോകാം, ഒരു നെഗറ്റീവ് നമ്പർ പോകാം. ഓക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു. സോ ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം എപ്പോഴാണ് ഈ ഒരു നമ്പർ ഹൈ പോസിറ്റീവിലോട്ട് പോകുന്നത്. അതായത് ബ്ലൂ വെക്ടറും പർപ്പിൾ വെക്ടറും ഒരേ ഡയറക്ഷനിൽ വരുമ്പോഴാണ് അത് ഹൈ വാല്യൂട്ട് പോകുന്നത്. പിന്നെ ദെൻ അതിനുശേഷം ഈ രണ്ട് വെക്ടർ, അതായത് പർപ്പിൾ വെക്ടർ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചും ഹൈയിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ സിംപിളി മാഗ്നിറ്റ്യൂഡ് കൂടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, രണ്ടും ഒരേ ഡയറക്ഷനിൽ ആവുകയും വേണം. എന്നാൽ മാത്രമേ ഇത് ഹൈ വാല്യൂയിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ എത്ര കൂട്ടിയാലും അങ്ങനെ അതിൻ്റെ ഇത് അത്ര കൂടുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു പർട്ടിക്കുലർ പൊസിഷനിൽ കൊണ്ട് നിർത്തിയ ശേഷം ഇത് എത്ര ഗ്രോ ചെയ്താലും 0 നിയർ ബൈ 0 റേഞ്ചിലാണ് നിൽക്കുന്നത്. പിന്നെ നെഗറ്റീവിലോട്ട് പോകുന്നത് എപ്പോഴാണ്? ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് ആ ഒരു ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി 0 വരുന്നത് എപ്പോഴാണ്? അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് തമ്മിലുള്ള ആംഗിൾ സത്യത്തിൽ 90 ഡിഗ്രി വരുമ്പോഴാണ് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുന്നത്. ഈ ഒരു പർപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയോ ആവട്ടെ, ബട്ട് സ്റ്റിൽ പർപ്പിൾ ഇതിനുമായിട്ട് 90 ഡിഗ്രി ആംഗിളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ് വരുന്നത്. സോ ഞാനിവിടെ മൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു ജെർക്കിംഗ് പ്രശ്നം കൊണ്ട് ഒരു ചെറിയ വേരിയേഷൻ വരാം, ബട്ട് സ്റ്റിൽ നമ്മളത് ഏത് പൊസിഷനിൽ കൊണ്ട് വെച്ചിട്ട് അതിനെ 90 ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദ ഡോട്ട് പ്രൊഡക്റ്റ് വിൽ ബി 0. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളും ഡോട്ട് പ്രൊഡക്റ്റിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് വെക്ടേഴ്സ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഹൈ വരും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് നെഗറ്റീവ് വരും. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഓർത്തോഗണൽ എന്നുള്ള രീതിയിലും അതിന് പറയാറുണ്ട്. ടെക്നിക്കൽ ടേം ഈസ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാലും ലൈക്ക് അത് 0 പോകുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഫ്യൂച്ചർ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്കുണ്ട്. പക്ഷേ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഇനി ഇതിനെ നമ്മളിപ്പം 2 ഡയമെൻഷണൽ സ്പേസിലായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു കൺസെപ്റ്റിനെ പറയാൻ പറ്റും. ബട്ട് 3 ഡയമെൻഷണൽ സ്പേസിലാണെങ്കിലും മേ ബി ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതേ കൺസെപ്റ്റ് തന്നെ ഒരു K ഡയമെൻഷണൽ സ്പേസിലോ N ഡയമെൻഷണൽ സ്പേസിലോ വരുന്ന എല്ലാ വെക്ടറിനും ബാധകമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് സെൻസാണ്. അതായത് നമ്മൾ 3D ഡയമെൻഷനിൽ മുകളിലോട്ട് പോയാൽ ഇറ്റ്സ് ഇൻ എ അബ്സ്ട്രാക്റ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു മാത്തമാറ്റിക്സ് ഈസ് ഇൻ അബ്സ്ട്രാക്റ്റ് സെൻസ്. സോ അവിടെയും പക്ഷേ ഇതേ കാര്യങ്ങളെല്ലാം വാലിഡാണ്. അതായത് രണ്ട് വെക്ടേഴ്സ് സിമിലർ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു ഹയർ ഡയമെൻഷണൽ സ്പേസിലും ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ എന്നുള്ളതും ഒരു ഹയർ ഡയമെൻഷണൽ സ്പേസിൽ ചെക്ക് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഓർത്തോഗണൽ ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണോ എന്നുള്ളതും നമുക്കൊരു ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെക്ക് ചെയ്ത് 0 ആവുന്നുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇനി പ്രത്യേകിച്ച് ഇതിൻ്റെ 0 വരുന്ന കേസ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത് വെക്ടർ എയും വെക്ടർ ബിയും, ഈ രണ്ട് വെക്ടേഴ്സും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നിൽ മറ്റൊന്നിൻ്റെ ഒരു ഭാഗവും ഇല്ല, അല്ലെങ്കിൽ ദേ ആർ യുണീക്ക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് എന്നാണ് ഡോട്ട് പ്രോഡക്റ്റ് 0 ആയാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ അത് 2D സ്പേസിലും ബാധകമാണ്, 3D സ്പേസിലും ബാധകമാണ്, അതിൻ്റെ ഹൈ ഡയമെൻഷണൽ സ്പേസിലോട്ട് പോകുമ്പോഴും ഇതേ കാര്യം ബാധകമാണ്. ഓക്കെ, സോ നമ്മൾ വേർഡ് ടു വെക്ക് അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ NLPയിലോട്ട് പോകുമ്പോൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നമുക്ക് വേർഡ്സിനെ നമ്മൾ ഒരു ഹൈ ഡയമെൻഷണൽ സ്പേസിലോട്ട് 256 ഡയമെൻഷനിൽ അല്ലെങ്കിൽ 512 ഡയമെൻഷനിലോട്ടൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് വേർഡുകളുടെ സിമിലാരിറ്റി നോക്കുന്നത് ഈ രണ്ട് വെക്ടർ നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. അതായത് ഹാപ്പി എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ ഒരു 256 നമ്പർ റെപ്രസെൻറ്റേഷനും ജോയ് എന്ന് പറയുന്നൊരു നമ്പറിൻ്റെ 256 ഡയമെൻഷൻ റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈ പോസിറ്റീവ് നമ്പർ കിട്ടും. നേരെ മറിച്ച് ഹാപ്പിയും സാഡും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. കാരണം അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് കോണ്ടെക്സ്റ്റിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ അതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ സൈഡിൽ വരുന്ന കാര്യങ്ങൾ. ബട്ട് സിമ്പിളായിട്ട് ഈ ഒരു ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, സിമിലാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഡയറക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതെല്ലാം നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാനായിട്ട്. ഓക്കെ.